ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യ ഹർജിയിൽ പ്രോസിക്യൂഷൻ വാദം ആരംഭിച്ചു. തന്ത്രിക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിക്കുമുള്ള ബന്ധം ദൃഢമെന്ന് SIT കോടതിയിൽ വാദിച്ചു. ഇരു കേസുകളിലും തന്ത്രി സമർപ്പിച്ച ജാമ്യ ഹർജി എതിർത്ത് SIT റിപ്പോർട്ട്. തന്ത്രിക്ക് വേണ്ടി അഡ്വക്കേറ്റ് ബി രാമൻപിള്ള ഓൺലൈനായി ഹാജരായി. സൂര്യഗായത്രി കൊല്ലത്തും ചെയ്തു. സൂര്യഗായത്രി, നേരത്തെ ഈ തന്ത്രിയുടെ വാദം, പ്രതിഭാഗത്തിന്റെ വാദം ഇന്നലെ പൂർത്തിയായിരുന്നു. ജാമ്യം അനുവദിക്കാതിരിക്കാൻ SIT എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായും കോടതി അറിയിക്കുന്നത്? തന്ത്രി കണ്ഠരരുടെ ജാമ്യ ഹർജിയിൽ പ്രോസിക്യൂഷൻ വാദമാണ് കൊല്ലം വിജിലൻസ് കോടതിയിൽ ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഇന്നലെ പ്രതിഭാഗത്തിന്റെ വാദം പൂർത്തിയായിട്ടുണ്ടായിരുന്നു. പ്രോസിക്യൂഷൻ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന വാദമെന്ന് പറയുന്നത് ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് തന്ത്രി കണ്ഠരര് രാജീവർക്ക് എല്ലാം അറിവുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് തന്ത്രിക്ക് ബന്ധമുണ്ടായിരുന്നു. നടന്ന സംഭവങ്ങളിലൊക്കെ തന്നെ തന്ത്രി മൗനാനുവാദം നൽകുകയായിരുന്നു. എല്ലാ കാര്യങ്ങളിലും തന്ത്രിക്ക് അറിവുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാദമെന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം പ്രതിഭാഗം മുന്നോട്ട് വെച്ചിരുന്ന വാദമെന്ന് പറയുന്നത് തന്ത്രിക്ക് ഈ കാര്യങ്ങളുമായിട്ട്, അതായത് അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങളുമായി ഒരു ബന്ധവും തന്ത്രിക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ആചാരപരമായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രമാണ് തന്ത്രി ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത്. ആ കാര്യങ്ങളിൽ മാത്രമാണ് തീരുമാനമെടുത്തിട്ടുണ്ടായിരുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളിൽ ഒരു തരത്തിലും ഇടപെടാൻ തന്ത്രിക്ക് കഴിയുമായിരുന്നില്ല. അങ്ങനെ വരുമ്പോൾ സ്വർണ്ണക്കൊള്ളയിൽ എങ്ങനെയാണ് തന്ത്രിക്ക് ബന്ധമുണ്ടാവുക എന്നുള്ള ചോദ്യമാണ് പ്രതിഭാഗം ഉയർത്തിയിട്ടുണ്ടായിരുന്നത്. ഇന്നലെ ആ പ്രതിഭാഗത്തിന്റെ വാദം മുഴുവൻ കേട്ട കോടതി ഇന്ന് പ്രോസിക്യൂഷൻ വാദം കൂടി കേൾക്കുകയാണ്. കട്ടിളപ്പാളി കേസിലും ദ്വാരപാലക ശില്പ കേസിലും ഒരുമിച്ചാണ് ജാമ്യ ഹർജി തന്ത്രിയുടേത് കൊല്ലം വിജിലൻസ് കോടതി പരിഗണിക്കുന്നത്. ഇന്നിപ്പോൾ പ്രോസിക്യൂഷൻ വാദം കൂടി കേട്ടതിന് ശേഷമായിരിക്കും തന്ത്രിയുടെ ജാമ്യ ഹർജിയിൽ കോടതിയിൽ നിന്നൊരു തീരുമാനമുണ്ടാകുക. അതേസമയം തന്നെ തന്ത്രിക്ക് ജാമ്യം നൽകാതിരിക്കുന്ന വേണ്ടിയുള്ള നീക്കം SITയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട്. SIT നൽകിയ റിപ്പോർട്ട് കോടതിയുടെ പക്കലുണ്ട്. അത് തന്ത്രിയുടെ ജാമ്യ ഹർജിക്ക് എതിരെയുള്ള റിപ്പോർട്ടാണ് സമർപ്പിച്ചിരിക്കുന്നത്. ഈ വിഷയത്തിലൊക്കെ തന്നെ തന്ത്രിക്കും ബന്ധമുണ്ട്, തന്ത്രിക്ക് അറിവുണ്ടായിരുന്നു എന്ന് സൂചിപ്പിക്കുന്ന റിപ്പോർട്ടാണ് SITയും കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.